ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണത്തിനെതിരെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ തടസ്സ ഹർജി സമർപ്പിച്ച വി.ഡി. സതീശൻ ആരോപണത്തിൽ ഉറച്ചുനിൽക്കുകയാണെന്ന് തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. ദ്വാരപാലക ശില്പം കോടീശ്വരന് മറിച്ചുവിറ്റെന്നും ഇതിൽ കടകംപള്ളി മറുപടി പറയണമെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ പ്രസ്താവന. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണത്തിനെതിരെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിലാണ് തടസ്സ ഹർജി ഇപ്പോൾ വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമാക്കിയുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രസ്താവന. ഇതിൽ അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി അത് ആർക്കോ വിറ്റു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പരാമർശം ഉണ്ടായിരുന്നത്. ആ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രസ്താവന നടത്തിയത്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഇതിൽ പങ്കുണ്ടെന്നുള്ള തരത്തിലാണ് അന്ന് പിന്നീട് ഇത് പ്രസ്താവന വരികയും ചെയ്തിരുന്നത്, വാർത്തകൾ വരികയും ചെയ്തിരുന്നത്. ഇന്ന് ഈ തടസ്സ ഹർജി സമർപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം ഇതാണ്: താൻ കടകംപള്ളി സുരേന്ദ്രന് ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം കടകംപള്ളി സുരേന്ദ്രനാണ് അന്ന് ദേവസ്വം വകുപ്പ് വഹിച്ചിരുന്നത്. അതുകൊണ്ട് ഇതിന് മറുപടി പറയാൻ കടകംപള്ളി സുരേന്ദ്രൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അക്കാര്യമാണ് തനിക്ക് വ്യക്തമാക്കാനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തന്റെ പ്രസ്താവനയിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നുള്ള കാര്യം ഈ തടസ്സ ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹർജി 5-ാം തീയതിയായിരിക്കും കോടതി വീണ്ടും പരിഗണിക്കുക.